നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ആവർത്തിച്ച് മഞ്ജു വാര്യർ. വിവരങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും സൗമ്യ മധുസൂദനൻ ചേരുന്നു. സൗമ്യ, എന്തൊക്കെയാണ് മഞ്ജു വാര്യർ ആവർത്തിച്ചത്? ഏത് മാധ്യമം വഴിയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് മഞ്ജു വാര്യർ ഇത് സൂചിപ്പിച്ചത്? ഒരുപക്ഷെ അജിം ഷാ അത് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് പല പ്രതികരണങ്ങളും വന്നിരുന്നെങ്കിൽ ആദ്യമായി സിനിമാ മേഖലയിൽ നിന്ന് തന്നെ വളരെ ഗൗരവതരമായ ഒരു റിയാക്ഷൻ ആദ്യം വന്നത് മഞ്ജു വാര്യരുടെ ഭാഗത്ത് നിന്ന് തന്നെയായിരുന്നു. അത് ഇതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതായിരുന്നു. അതിനെ കൂടുതൽ സ്പഷ്ടമാക്കുന്ന രീതിയിലാണ് അവർ ഇന്നിപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി തുറന്നു പറയുന്നത്. വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള കുറിപ്പിലൂടെയാണ് അവർ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ ഇതിന്റെ ഒരു പ്രസക്തി വർദ്ധിക്കുന്നത് ഇപ്പോൾ തൊട്ടു മുൻപായാലും അജിംഷാദ് പറഞ്ഞു നിർത്തിയതും സിനിമാ മേഖലയിൽ കൂടി വരുന്ന ഇത്തരം ക്രിമിനൽ സംഘങ്ങളുടെ, ഗുണ്ടാ സംഘങ്ങളുടെ ഒക്കെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടാണ്. ഒരുപക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ എത്രത്തോളം പ്രസക്തമാണ് മഞ്ജു വാര്യരുടെ വാക്കുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവരുടെ കുറിപ്പിൽ അവർ പറയുന്നത്, സ്വാഭാവികമായും ആദ്യം ഈ വിഷയം സമൂഹം കൈകാര്യം ചെയ്യേണ്ടത് ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു എന്ന നിലയിൽ തന്നെയാണ്. അതിപ്പോൾ ഞാനായാലും എന്നിലെ അല്ലെങ്കിൽ അവളെ കണ്ടപ്പോൾ ഒരു കണ്ണാടിയിലേക്ക് നോക്കും പോലെയാണ് ഞാൻ കണ്ടത്. അതായത് എനിക്കും ഇത് സംഭവിക്കാൻ, ഞാൻ പലപ്പോഴും ഒറ്റയ്ക്ക് പോയിട്ടുള്ള വഴികളാണ് ഇത്, തുടങ്ങിയ കാര്യങ്ങൾ ഇന്നത്തെ സ്ത്രീ സമൂഹത്തിന്റെ ഇപ്പോഴത്തെ, പ്രത്യേകിച്ച് ഈ ഒരു സമൂഹം അവളോട് കാണിക്കുന്ന നിലപാടുകളെയൊക്കെ വലിയ രീതിയിൽ വിമർശിക്കുകയാണ് മഞ്ജു വാര്യർ. ഞാൻ ആ ഭാഗത്തിലേക്ക് എത്താം. പക്ഷെ അതിനു മുൻപ് തന്നെ പ്രസക്തമായുള്ളത്, അവർ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള ക്രിമിനൽ ഗൂഢാലോചന തന്നെയാണ്. ഒട്ടും യാദൃശ്ചികമായിരുന്നില്ല സംഭവം എന്ന് ഊന്നി പറയുകയാണ് മഞ്ജു വാര്യർ തന്റെ ഈ കുറിപ്പിലൂടെ. അതായത് സമൂഹത്തിലെ ക്രിമിനലുകൾ സിനിമയിലേക്കും നുഴഞ്ഞു കയറിയതിന്റെ ഞെട്ടൽ കൂടിയുണ്ട് ഇപ്പോൾ. കഴിഞ്ഞ ദിവസത്തെ സംഭവം യാദൃശ്ചികമല്ല. ക്രിമിനലുകൾ വളരെ വ്യക്തമായി ഒരുക്കിയ കെണിയായിരുന്നു അത്. ഡ്രൈവറെ വിലക്കെടുക്കുക, ഒറ്റയ്ക്കാണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തുക, പിന്തുടരുക, റോഡിൽ അപകട നാടകം സൃഷ്ടിക്കുക, കാറിലേക്ക് അതിക്രമിച്ചു കയറുക, ഭീഷണിപ്പെടുത്തുകയും ബ്ലാക്ക് മെയിലിംഗിന് ശ്രമിക്കുകയും ചെയ്യുക. അങ്ങനെ ഓരോന്നും നേരത്തെ ആലോചിച്ചുറപ്പിച്ചതായിരുന്നുവെന്ന് ഇതിനകം വ്യക്തമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതും. അതാണ് അന്വേഷണത്തിൽ തെളിയേണ്ടത്. സർക്കാരിലും ഉദ്യോഗസ്ഥരിലും ഒക്കെ വിശ്വാസമുണ്ട്, അതുകൊണ്ട് സത്യം തെളിയുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായും ഇവിടെ ഗൂഢാലോചന നടന്നത് പുറത്തുനിന്നല്ല, സിനിമയ്ക്കുള്ളിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ സുനി ഒക്കെയും സിനിമയോട് സഹകരിച്ച് നിൽക്കുന്ന ആളാണ്. സിനിമാ മേഖലയിൽ നിന്ന് അയാൾക്ക് പല രീതിയിലുള്ള സംരക്ഷണം കിട്ടിയിട്ടുണ്ട്. ഈവൻ ഈ സംഭവത്തിന് ശേഷം രക്ഷപ്പെടുന്ന സാഹചര്യത്തിൽ പോലും അത്തരം പല കാര്യങ്ങളും പറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്കുള്ളിൽ, സിനിമാ മേഖലയ്ക്കുള്ളിൽ തന്നെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ എടുത്തു പറയുകയാണ് ഈ ലേഖനത്തിൽ മഞ്ജു വാര്യർ ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ ഈ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ടെങ്കിലും അവർ കൂടുതലായി പറയുന്നത് ഇന്നത്തെ സ്ത്രീ നേരിടുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് തന്നെയാണ്. പ്രത്യേകിച്ച് സൗമ്യ വിഷയം, ജിഷ വിഷയം ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ, അത് പ്രതിഷേധങ്ങൾ മാത്രമായി അവസാനിക്കുന്നു എന്നതിന്റെ സൂചനകൾ ആണ് ഇപ്പോൾ ഈ സംഭവം ആവർത്തിക്കപ്പെടുമ്പോൾ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ലേഖനത്തിൽ മറ്റു ഭാഗങ്ങളിലായി മഞ്ജു വാര്യർ പറയുന്നത്. നിമിഷം, അതായത് സൗമ്യ, ഈ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ ചേർന്നുള്ള കൂട്ടായ്മയിൽ തന്നെ മഞ്ജു വാര്യർ പരസ്യമായി പൊതുജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞതാണ് ഇക്കാര്യം. ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയുണ്ട്, ഈ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകണമെന്ന്, അല്ലെങ്കിൽ അത് ശ്രമിക്കണമെന്ന്. അത് അടിവരയിടുന്നു എന്നതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട പുതിയ സൂചനകൾ, അല്ലെങ്കിൽ ഈ നടിയുടെ വാക്കുകളുമായി ബന്ധപ്പെട്ട് പുരോഗമിച്ച ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഉള്ള എന്തെങ്കിലും വിശദീകരണങ്ങൾ, അതിലേക്ക് നൽകാവുന്ന രണ്ടാം പടി എന്ന നിലയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ ലേഖനത്തിൽ, ഇന്നത്തെ ലേഖനത്തിൽ ഉണ്ടോ? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മഞ്ജു വാര്യർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും സിനിമയുമായി സഹകരിച്ച് നിൽക്കുന്ന, സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഒരു പക്ഷേ അവർക്ക് പല കാര്യങ്ങളും എത്രത്തോളം തുറന്നു പറയാം എന്നുള്ളൊരു കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇവരുടെ ഈ ഒരു പ്രതികരണം ഗൗരവതരമാകുന്നത്, ഒരു വിഷയം സംഭവിച്ചു എന്ന തരത്തിനപ്പുറത്തേക്ക് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ വളരെ പ്ലാൻഡായ നീക്കങ്ങൾ നടന്നു. സുനി എന്ന ആൾ വെറും ഒരു കൊട്ടേഷൻ സംഘാംഗമോ അല്ലെ ഒരു ഗുണ്ടയോ മാത്രമായിരുന്നില്ല. അയാൾക്ക് പിന്നെയും എവിടുന്നൊക്കെയോ സഹായം ലഭിച്ചിരുന്നു. മറ്റാരോ ഏൽപ്പിച്ച കൊട്ടേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഈ നടിയെ അപമാനിക്കുകയും അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ഉപദ്രവിക്കുകയും ഇത്തരത്തിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ, ചിത്രങ്ങൾ എടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്യുമ്പോൾ മറ്റെന്തോ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഒരുപക്ഷെ കൊട്ടേഷൻ എന്ന് സുനി തന്നെ പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം എന്ന് തേടിപ്പോകുന്നതായിരിക്കും ഒരുപക്ഷെ ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മഞ്ജു വാര്യരുടെ ഈ വാക്കുകളിൽ ഉള്ളത് കേവലം പൾസർ സുനിയിലേക്ക് മാത്രം ചെന്ന് നിൽക്കാതെ അതിനും അപ്പുറത്തേക്കുള്ള ഗൂഢാലോചന, അതായത് ഇത്രയും പ്ലാനിങ്ങുകൾ നടത്താൻ അവർക്ക് പറ്റി.
അവിടെ പൾസർ സുനിയോ മാർട്ടിനോ ഒക്കെ മാത്രമല്ല ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നൊരു സൂചന വളരെ വ്യക്തമായി തന്നെ മഞ്ജു വാര്യർ ഈ ലേഖനത്തിൽ നൽകുന്നുണ്ട്. ഏതാണ്ട് കാലങ്ങളായി നീണ്ടു നിന്ന ഒരു ഗൂഢാലോചനയൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ, ഈ ഒരു ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത് മഞ്ജു വാര്യർ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അജിംഷാദ് വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു കാര്യത്തിലൂടെ മാത്രമേ ഈ ഒരു ഗൂഢാലോചന മുൻപിലേക്ക് കൊണ്ടുവരാനൊക്കൂ. ഇപ്പോൾ ഒരുപക്ഷെ എത്തി നിൽക്കുന്നത് നമ്മൾ ഈ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരെന്ന് കണ്ടെത്തി നിൽക്കുന്നവർക്ക് മുന്നിലേക്കാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. അവിടെയാണ് സിനിമാ മേഖലയിലെ ഗുണ്ടകളുടെ കടന്നുകയറ്റവും അവർക്ക് ലഭിക്കുന്ന സഹായവും, അവർക്ക് ഇത്രയേറെ വളരാൻ ഒരു പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടാൻ, എന്നിട്ടും ഒരു പ്രശ്നവുമില്ലാതെ ധൈര്യമായി അവളെ ഒരു സംവിധായകന്റെ വീടിന് മുൻപിലേക്ക് ഇറക്കി വിടാൻ ഒക്കെ, ഇതിന്റെയൊക്കെ പിന്നിലുള്ള ഇന്റൻഷൻ കൂടി അന്വേഷിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നൊരു സൂചനയും മഞ്ജുവിന്റെ വാക്കുകളിലുണ്ട്. തീർച്ചയായും ഒരു സ്ത്രീക്ക് വീട്ടിനകത്തും പുറത്തും സ്വതന്ത്രമായി സഞ്ചരിക്കാനും ജോലി ചെയ്യാനും നിർഭയമായി ജോലി ചെയ്യാനും ആകണം എന്ന് സൂചിപ്പിക്കുന്ന മഞ്ജു വാര്യരുടെ പുതിയ ലേഖനത്തിൽ താൻ ആരോപിച്ച ഗൂഢാലോചനയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. അതാണ് കൂടുതൽ പ്രസക്തമാകുന്നത്. ഗൂഢാലോചനയുണ്ട്, കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ആവർത്തിക്കുന്നു മഞ്ജു വാര്യർ ഈ ലേഖനത്തിൽ എന്നുള്ളതാണ്. ഇതിന്റെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് സൗമ്യ മധുസൂദനൻ നൽകിയത്.